നമസ്കാരം. അജിത്ത് എന്നാൽ ആരാധകർക്ക് ഒരു വികാരമാണ്. ചെയ്യുന്ന സിനിമകളിലൂടെയും തന്റെ ജീവിത ശൈലിയിലൂടെയും ആരാധകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ നടനാണ് അജിത്ത്. ഞാനൊരു സാധാരണക്കാരനാണ്, സിനിമ എൻ്റെ തൊഴിലാണ്, എനിക്ക് ആരാധകർ വേണ്ട, ഒരു ഫാൻസ് അസോസിയേഷനും വേണ്ട എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക നടൻ. പുരസ്കാര വേദികളിലൊന്നും അദ്ദേഹത്തെ കാണാറില്ല. സിനിമാ പ്രൊമോഷന് വേണ്ടി അഭിമുഖങ്ങളും നൽകാറില്ല. അഭിനയത്തെ പോലെ തന്നെ റേസിംഗ് വളരെ അധികം ക്രേസാണ് അജിത്തിന്. എന്ന് തമിഴ്നാട്ടുകാർ വിളിക്കുന്ന നടൻ അജിത് കുമാർ യാതൊരു വിവാദങ്ങളിലും ഇല്ലാതെ സ്വതന്ത്രനായി ജീവിക്കുന്ന വ്യക്തി കൂടിയാണ്. ഭാര്യയും നടിയുമായ ശാലിനിയുടെയും മക്കളുടെയും ഒപ്പം സന്തുഷ്ടനായി ജീവിക്കുന്നു. സിനിമകളിൽ അഭിനയിക്കുന്നു. കാർ, ബൈക്ക് റേസിംഗ്, ഇതൊക്കെയാണ് അജിത്തിന്റെ ജീവിതം. സിനിമയുമായി ബന്ധപ്പെട്ടോ രാഷ്ട്രീയമോ ഒന്നിലും വിമർശനങ്ങൾക്ക് കാരണമാവാത്ത, അധിക ഗോസിപ്പുകൾ പോലും ഇല്ലാത്ത ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് അദ്ദേഹം. പക്ഷേ അജിത്തിന്റെ പേരിനൊപ്പം വന്ന ഒരേ ഒരു ഗോസിപ്പ് നടി ഹീര രാജഗോപാലുമായി പ്രണയത്തിലായിരുന്നു എന്നതാണ്. ഇവരുടെ പ്രണയകഥ ഇടയ്ക്ക് പുറത്തു വരാറുണ്ട്. നേരത്തെ നടനെതിരെ ഗുരുതരമായ ആരോപണവുമായി ഹീര വന്നുവെന്ന തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മുൻ കാമുകനെതിരെ ഹീര ബ്ലോഗിലൂടെ തുറന്ന് സംസാരിക്കുകയാണ് ചെയ്തത്. ഇത് അജിത്തിനെ കുറിച്ചാണെന്നാണ് പിങ്ക് വില റിപ്പോർട്ട് ചെയ്തത്. അജിത്തും ഭാര്യ ശാലിനിയും അവരുടെ 25ാം വിവാഹ വാർഷികം ആഘോഷിച്ചിരുന്നു അടുത്തിടെ. ഇതിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളുടെ പ്രണയകഥയും വൈറലായി. അങ്ങനെ അജിത് ശാലിനി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് തന്റെ പ്രണയകഥയും ബ്രേക്കപ്പിനെ കുറിച്ചുമൊക്കെ പറഞ്ഞ് ഹീര രാജഗോപാൽ രംഗത്ത് വരുന്നത്. മാത്രമല്ല, ഇതിൽ മുൻ കാമുകനെതിരെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളും നടി ഉന്നയിച്ചിരുന്നു. സമീപകാല ബ്ലോഗിലാണ് തന്റെ തകർന്ന ബന്ധത്തെക്കുറിച്ച് ഹീര രാജഗോപാൽ എഴുതിയത്. വഞ്ചന, സ്വഭാവഹത്യ, അപമാനം തുടങ്ങി തനിക്ക് കാമുകരിൽ നിന്നും നേരിടേണ്ടി വന്നത് നിരവധിയാണ്. ഒരിക്കൽ നട്ടെല്ലിന് പരിക്കേറ്റുവെന്നും താൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായെന്നും ഇദ്ദേഹം തന്നോട് പറഞ്ഞു. ആ സമയത്തെല്ലാം ഞാൻ അയാളുടെ കൂടെ തന്നെ നിന്ന് സഹായിച്ചു. എന്നാൽ അദ്ദേഹം അത് കള്ളത്തരം പറഞ്ഞതായിരുന്നു. അതേസമയം ഇത് വെറും കെട്ടുകഥകളാണെന്ന തരത്തിലും പ്രചാരണമുണ്ട്. നടനെ മനഃപൂർവ്വം കരിവാരി തേക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ പ്രവർത്തിച്ചതാണെന്നും കഥകളുണ്ട്. മാത്രമല്ല, ഹീരോയുടെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതാണെന്നും നിലവിൽ അത് പ്രവർത്തിക്കുന്നില്ലെന്നും വ്യക്തമാണ്. നടൻ അജിത് കുമാറിനെതിരെ നടി ഹീര രാജഗോപാൽ നടത്തിയ പരോക്ഷമായ ആരോപണം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ഈ സംഭവത്തിൽ പ്രതികരണവുമായി നിരവധി പേർ എത്തിയിരുന്നു. നടനും യൂട്യൂബറുമായ ബെയിൽവാൻ രംഗനാഥനും ഈ വിഷയത്തിൽ പ്രതികരിച്ചെത്തി. ശാലിനിക്ക് മുമ്പ് ഹീരയുമായും സ്വാതിയുമായും അജിത്തിനുണ്ടായ പ്രണയങ്ങളെക്കുറിച്ചും അതെല്ലാം തകർന്നത് എങ്ങനെയാണെന്നുമാണ് ബെയിൽവാൻ പറയുന്നത്. അജിത് കുമാർ കാതൽ മന്നനാണ്. അജിത് കുമാർ കുടുംബത്തിൽ നിന്നും അധികം സ്നേഹം കിട്ടാത്തയാളാണ്. അതിനാൽ അദ്ദേഹം സ്നേഹം തേടി അലയുകയാണ്. വാൻമതി പടത്തിൽ അജിത്തിന്റെ നായിക സ്വാതിയായിരുന്നു. അന്ന് രണ്ടുപേരും നല്ല അടുപ്പത്തിലായിരുന്നു. ഞാൻ കണ്ടതാണ്. അന്ന് അജിത്തിന്റെ പക്കലുള്ളത് മാരുതി 800 ആണ്. ഷൂട്ട് കഴിയുന്നതും സ്വാതിയെയും കൂട്ടി കാറിൽ കയറി അവരുടെ വീട്ടിൽ പോകും. അവിടെ നിന്നും ഭക്ഷണം കഴിച്ച ശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് പോവുക, ബെയിൽവാൻ പറയുന്നു. രണ്ടുപേരും നല്ല അടുപ്പത്തിലായി. സ്വാതിയുടെ അമ്മയോട് ഞാൻ ഇവളെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ അമ്മ എതിർത്തു. സ്വാതി സിനിമയിൽ അരങ്ങേറിയതുള്ളൂ, ഇനിയും കുറച്ചു നാൾ അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു. അജിത്ത് വളരെ മാന്യമായി തന്നെ ആ ബന്ധം അതോടെ അവസാനിപ്പിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീടാണ് നടി ഹീരയുമായുള്ള പ്രണയം ആരംഭിക്കുന്നത്. ഹീര ഹിന്ദിക്കാരിയാണ്. അജിത്തും നന്നായി ഹിന്ദി സംസാരിക്കും. അജിത്തും ഹീരയും ഹിന്ദിയിൽ സംസാരിക്കുകയും നല്ല അടുപ്പത്തിലാവുകയും ചെയ്തു. ഞാനും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർ സംസാരിക്കുന്നത് ഞാനും കണ്ടതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ അജിത്ത് എന്തോ എഴുതുകയും പേപ്പർ ചുരുട്ടി കളയുകയും വീണ്ടും എഴുതുകയും ചെയ്യുന്നു. എന്താണെന്ന് നോക്കിയപ്പോൾ ഹീരയ്ക്കുള്ള പ്രണയലേഖനമാണ്, ബെയിൽവാൻ ഓർക്കുന്നു. എന്നാൽ ആ പ്രണയവും തകർന്നു. സുപ്രീം സ്റ്റാർ ശരത് കുമാർ രാധികയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഹീരയുമായി വളരെ അടുപ്പത്തിലായിരുന്നു. അങ്ങനെയാണ് അജിത്ത് പ്രണയത്തിൽ നിന്നും പിന്മാറുന്നത്. ഇതാണ് നടന്നത്. പിന്നീടാണ് അജിത്ത് ശാലിനിയെ വിവാഹം കഴിക്കുന്നത്. 2 പെൺമക്കളുമുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് അവർ ജീവിക്കുന്നത്. നടന്മാരിൽ അഭിനയം വേറെ, കുടുംബം വേറെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയാണ് അജിത് കുമാർ എന്നും അദ്ദേഹം പറയുന്നു. ഈ അടുത്ത് കാർ റേസിംഗ് 2ാം സ്ഥാനം നേടി. പിന്നീട് പത്മഭൂഷൺ ലഭിച്ചു. പത്മഭൂഷൺ വാങ്ങി തിരിച്ചു വരും മുമ്പ് അജിത്തിനെതിരെ ഹീര ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു. അജിത്ത് വളരെ മോശം വ്യക്തിയാണെന്നും തന്നെ ഉപേക്ഷിച്ചുവെന്നും ഹീര പറഞ്ഞിരുന്നു. അത് വിവാദമായതോടെ ആ പോസ്റ്റ് നീക്കം ചെയ്തു. ഹീര അജിത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. ഹീര അജിത്തിന്റെ ശത്രുക്കളുടെ സ്വാധീനത്തിലാണോ ആരോപണം ഉന്നയിച്ചതെന്ന് അറിയില്ലെന്നും ബെയിൽവാൻ പറയുന്നുണ്ട്. ഗുഡ് ബാഡ് ആംഗ്ലിയും പത്മയും ഒക്കെ ആയി അജിത്തിന്റെ പ്രശസ്തി കൂടി നിൽക്കുകയാണല്ലോ. അത് തകർക്കാൻ ആരെങ്കിലും ഹീരയെ മുതലെടുക്കുകയാണോ എന്ന സംശയമുണ്ട്. എന്നാൽ അജിത്ത് ജെന്റിൽമാനാണ്. അദ്ദേഹം ഇതൊന്നും ഗൗനിക്കുന്നതേ ഇല്ലെന്നും ബെയിൽവാൻ ചൂണ്ടിക്കാണിച്ചു. കരിയറിന്റെ തുടക്കകാലത്ത് അജിത്തും ഹീരയും പ്രണയത്തിലാകുന്നത്. എന്നാൽ ആ ബന്ധം വിവാഹത്തിൽ എത്തിയിരുന്നില്ല. പിന്നീടാണ് അജിത്ത് ശാലിനിയുമായി പ്രണയത്തിലാകുന്നത്. ഇരുവരുടെയും 25ാം വിവാഹ വാർഷികവും അടുത്തിടെയാണ് നടന്നത്. അജിത്ത് നായകനായി ഗുഡ് ബാഡ് ആംഗ്ലി ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടുന്നതിനിടെയാണ് ഈ വിവാദങ്ങളെല്ലാം എത്തിയത്. എന്തായാലും വിവാഹത്തെക്കുറിച്ച് നടൻ തന്നോട് പറഞ്ഞ വാക്കുകളും ഒരു സമയത്ത് ഹീര വെളിപ്പെടുത്തുകയുണ്ടായി. ഒരു വേലക്കാരിയെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ആരും അവളെ നോക്കില്ല. എനിക്ക് ഇഷ്ടമുള്ള ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞുവെന്നാണ് പേര് വ്യക്തമാക്കാതെ ഹീര എഴുതിയത്. അജിത്തും ഹീരയും നായകന്മാരായി അഭിനയിച്ച കാതൽ കോട്ടൈ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാവുന്നത്. അതിനുശേഷം വേറെയും സിനിമകൾ താരങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ഇതോടെ അടുപ്പത്തിലായി.
വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഹീരയുടെ അമ്മയുടെ എതിർപ്പാണ് ഈ ബന്ധം മുന്നോട്ട് പോകാത്തതിന് കാരണമെന്നാണ് റിപ്പോർട്ട്. പിന്നീട് അജിത്ത് അമർക്കളം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ശാലിനിയുമായി അടുപ്പത്തിലായി. 2000 ഏപ്രിലായിരുന്നു ഇവരുടെ വിവാഹം. ഈ ബന്ധത്തിൽ 2 മക്കളും ജനിച്ചു. ഇക്കഴിഞ്ഞ ദിവസം അജിത്തും ശാലിനിയും അവിടെ 25ാം വിവാഹ വാർഷികവും ആഘോഷിച്ചു. ഈ ദിവസങ്ങളിലെല്ലാം താരങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് പ്രചരിച്ചിരുന്നത്. ഇതിനിടയിലേക്കാണ് ഹീരയുടെ വിവാദ വെളിപ്പെടുത്തലും വരുന്നത്. ഹീരയുടെ കുറിപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് വേലക്കാരിയെ പോലെ ഒരുത്തിയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും അവളെ വേറെ ആരും നോക്കില്ല എന്നതുമായിരുന്നു. ഇത് നടി ശാലിനിയെ ഉദ്ദേശിച്ചാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നാൽ അജിത്തിന് ഭാര്യയായി ശാലിനി എത്രത്തോളം പ്രിയങ്കരിയാണെന്നും അവരുടെ ദാമ്പത്യ ജീവിതം എത്ര സന്തുഷ്ടമാണെന്നും തെളിയിക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. ആ സമയത്ത് പത്മപുരസ്കാരം വാങ്ങിക്കുന്നതിനായി ഭാര്യ ശാലിനിയുടെയും മക്കളുടെയും കൂടെയാണ് അജിത്ത് എത്തിയിരുന്നത്. ശേഷം നടൻ തനിയെ കാറിൽ നിന്നിറങ്ങി വേദിയിലേക്ക് നടന്നു വരുമ്പോൾ ശാലിനി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നടന്നു നീങ്ങവേ നടി ഭർത്താവിന്റെ കയ്യിൽ ചാടി പിടിച്ചു. ഒരു നോട്ടത്തിൽ ശാലിനിയാണെന്ന് മനസ്സിലായതോടെ അജിത്ത് അവരെ ചേർത്ത് നിർത്തുകയും തലയിലൊരു ചുംബനം നൽകുകയും ചെയ്തു. ശേഷം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇരുവരും കൈകൾ വിടുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. പ്ലാനിങ്ങുകളൊന്നും ചെയ്യാതെ വളരെ സാധാരണമായി കൂടിക്കാഴ്ചയിൽ നടന്ന സംഭവങ്ങളാണ് ഇതെന്ന് വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. അജിത്തിന് ശാലിനി അത്രത്തോളം പ്രാധാന്യമുള്ളത് കൊണ്ടാവുമല്ലോ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിച്ചതെന്ന് പറയുകയാണ് ആരാധകർ. മാത്രമല്ല അവൻ അവളുടെ തലയിൽ ചുംബിക്കുന്ന രീതി കണ്ടാൽ അറിയാം എല്ലാം അദ്ദേഹത്തിന്റെ ആകർഷണീയത, ശൈലി, പെരുമാറ്റം, പുഞ്ചിരി, അത്യന്തം എല്ലാം അത്ര മനോഹരമാണ്. ബഹുമാനം തോന്നുന്ന വ്യക്തിത്വം എന്നിങ്ങനെ അജിത്തിന്റെയും ശാലിനിയുടെയും വീഡിയോയ്ക്ക് താഴെ 100 കണക്കിന് കമന്റുകളാണ് വരുന്നത്.